നമുക്ക് കൊല്ലത്തേക്ക് പോകാം. സൂര്യഗായത്രി ഉണ്ട് അവിടെ നിന്ന് വിവരങ്ങൾ നൽകാൻ. സൂര്യഗായത്രി, കൊട്ടാരക്കര ഉൾപ്പെടുന്ന മണ്ഡലങ്ങളാണ് ഇത്തവണത്തെ കൊല്ലം ജില്ലയെ ഏറ്റവും ശ്രദ്ധാകേന്ദ്രമാക്കുന്നത്. എങ്ങനെയുണ്ട് ജില്ലയിലെ പൊതുവിലെ സാഹചര്യം? എല്ലായിടത്തും ഇപ്പോൾ അവസാനിച്ചിട്ടുണ്ടോ പോളിംഗ്? അച്യുത, ഏകദേശം പോളിംഗ് പുരോഗമിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഒരു 3 മണ്ഡലങ്ങൾ മാറ്റി നിർത്തിയാൽ മറ്റെല്ലായിടത്തും വാശിയേറിയ പോരാട്ടങ്ങൾ നടക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ആർക്കാണ് മുൻതൂക്കം എന്ന് പറയാൻ കഴിയാത്തത്ര വലിയ തരത്തിലുള്ള ഒരു മുന്നേറ്റം എല്ലാ മണ്ഡലങ്ങളിലും നടക്കുന്നു എന്നുള്ളത് തന്നെയാണ്. പക്ഷേ ഈ പോളിംഗ് ശതമാനം എടുത്തു നോക്കിയാൽ പോയിന്റുകളുടെ ഒരു വർധനവ് മാത്രമാണ് ഇത്തവണ നമുക്ക് കാണാൻ കഴിയുന്നത്. 2021 75.23% പോളിംഗ് നടന്നിട്ടുണ്ടായിരുന്നതെങ്കിൽ ഇത്തവണ വരുമ്പോൾ 75.82% പോളിംഗ് ആണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. പോയിന്റുകളുടെ വ്യത്യാസമാണുള്ളത്. നിർണായകമായിട്ടുള്ള പല മണ്ഡലങ്ങളുടെയും കണക്കുകൾ ഓരോന്നായിട്ട് എടുത്തു നോക്കിയാലും പോളിംഗ് ശതമാനത്തിൽ നേരിയ ഒരു വ്യത്യാസം കാണാൻ സാധിക്കും. പ്രത്യേകിച്ച് കരുനാഗപ്പള്ളിയിൽ കഴിഞ്ഞ തവണ 78.1% ആയിരുന്നെങ്കിൽ ഇത്തവണ അത് 84.5%. കഴിഞ്ഞ തവണ 2021 84 ആയിരുന്നെങ്കിൽ ഇത്തവണ അത് 78 ആണ്. അതുകൂടാതെ ചവറയിൽ ഇത്തവണ 77%. കഴിഞ്ഞ തവണ അത് 81 ആയിരുന്നു. കുന്നത്തൂർ കഴിഞ്ഞ തവണ 79 ആയിരുന്നു. ഇത്തവണ കുന്നത്തൂരിൽ 77 ആണ്. അത്തരത്തിൽ നേരിയ തോതിലുള്ള ഒരു വ്യത്യാസം നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. സാധാരണഗതിയിൽ കൊല്ലത്തെ സംബന്ധിച്ചിടത്തോളം പോളിംഗ് ശതമാനം വർദ്ധിക്കുകയാണെങ്കിൽ അത് LDFന് അനുകൂലവും കുറയുകയാണെങ്കിൽ അത് UDFന് അനുകൂലവുമെന്ന് പറയാറുണ്ട്. പക്ഷേ ഇത്തവണ അങ്ങനെ ഒരു തരത്തിലുള്ള പ്രവചനവും സാധ്യമല്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.